നിങ്ങളൊക്കെ വളരെ ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ്. സർപ്രൈസ് ഇനി അധികം നീട്ടുന്നില്ല. സോ ലെറ്റ് us invite him. So ladies and gentlemen, here our second special guest. എല്ലാവരും അറ്റൻഷൻ ചെയ്താ എൻട്രൻസിലേക്ക് പറയുകയാണ്. Everyone, നല്ല കൈഡിയോടുകൂടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. Let's see who's that. Oh yes. നേരത്തിൻ ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ കഥയറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോൾ ഞാൻ ചോദിച്ചു ഗസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഒന്നടങ്കം പറയുന്നത് അനീഷേട്ടൻ തന്നെയാണ്. ആ സ്നേഹം ഓൾറെഡി ആൻഡ് ഓൾസോ സെഷന്റെ സമയത്ത് ഞാൻ ആദ്യം അനീഷേട്ടന്റെ ഫാനാണ്. പിന്നെ ആദ്യമേ ജാമ്യമൊക്കെ എടുത്തിട്ടാണ് ഷാനിക്കയോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഷാനിക്ക തിരിച്ചു പറഞ്ഞു ഞാനും അനീഷേട്ടന്റെ ഫാൻ തന്നെയാണെന്നാണ് പറയുന്നത്. സോ ഓൾ ആർ വെയിറ്റിംഗ് ഫോർ യു ഡിയർ. ഞങ്ങൾക്ക് വേണ്ടി 2 വാക്ക്. സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ അടിക്കുന്നു ഞാൻ. ഒന്നാമത്തെ കാര്യം, ഇത്ര വലിയൊരു ഫംഗ്ഷൻ നടക്കുന്നു. അപ്പം ഷാനവാസ് ഭയങ്കര സൂപ്പറായിട്ട് ഇരിക്കുന്നു. അത് വേറൊന്നല്ല, ഇവൻ പോകുന്ന ഫംഗ്ഷനിലൊക്കെ അവൻ നല്ല കോസ്റ്റ്യൂം ഇട്ടോണ്ട് പോകുന്നത്. ഇവരെന്തായാലും തോൽപ്പിക്കണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമാണ്, വേറെ ഒന്നുമല്ല. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷാനവാസ്, ബഹുമാനപ്പെട്ട ഷാനവാസ് ഇരിക്കും. ഓക്കെ, അപ്പോ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാന്യനായിട്ട് ഷാനവാസിനെ ഏറ്റവും ഹൃദയത്തിൽ നെഞ്ചിലേറ്റി ആദരിക്കുന്ന ഷാനവാസിന്റെ പ്രിയപ്പെട്ട ആരാധകർ, എനിക്ക് ഈ നിമിഷത്തിൽ എന്താണ് പറയേണ്ടത് എന്നുള്ള സത്യമായിട്ടും ഒരു ഐഡിയ ഇല്ല. കാരണം ഇത് ഷാനവാസിന്റെ ദിനാണ്, ഷാനവാസിന്റെ ആരാധകരുടെ ദിവസമാണ്. സോ ഞാൻ എന്ത് പറയും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഷാനവാസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ നേർവഴിക്ക് നടത്തുന്ന ഒരു ഗുരു, മെന്റർ, ചേട്ടൻ, അനിയൻ അല്ലെങ്കിൽ ബ്രദർ എന്നുള്ള നിലയിലൊക്കെയാണ് ഞാൻ കാണുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇപ്പോ ഷാനവാസിനോട് ഇപ്പൊ ഞാൻ താരതമ്യേന ഈ ഒരു ഫീൽഡില്, അതായത് ഈ മാധ്യമല്ല ദൃശ്യരംഗത്ത് എന്താ പറയാ മീഡിയ രംഗത്ത്, കറക്റ്റ്, മീഡിയ രംഗത്ത് ഞാനിപ്പോ ആദ്യം വന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഞാൻ ഷാനവാസിനോട് ചോദിക്കും, ഷാനവാസ് ഇത് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ ഷാനവാസ് പറയും, ധൈര്യമായിട്ട് നീ പോയി ചെയ്തിട്ട് വാ എന്ന് പറയും. അപ്പൊ ഓക്കെയാണ്. ചില കാര്യങ്ങളില് ഷാനവാസ് പറയും, നീ ഒന്ന് സൂക്ഷിച്ചും കണ്ടും പോണം എന്ന് പറയും. അപ്പൊ ഞാൻ കോൺഷ്യസ് ആവും, ഓക്കെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും. അപ്പൊ ഞാൻ അതിനനുസരിച്ച് പോകും. ചിലപ്പോ ഷാനവാസ് എന്നോട് പറയും, നീ ആ പ്രോഗ്രാമിന് പോകണ്ട എന്ന് പറയും. അപ്പോഴും എനിക്ക് മനസ്സിലാവും അതെന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇത്ര നാള് അങ്ങനെ പറഞ്ഞിട്ടുള്ളതൊക്കെ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്റെ ഒരു ഗുരുവായിട്ടാണ് ഞാൻ ഷാനവാസിനെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ കേറുമ്പോ എല്ലാവരും ഷാനുക്ക അല്ലെങ്കിൽ ഇക്ക എന്നൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷെ ഞാൻ എന്തുകൊണ്ടോ ഷാനവാസ് എന്നാണ് വിളിക്കുന്നത്. കുഴപ്പമില്ലല്ലോ അത്? എന്നെക്കാളും പ്രായം കൂടുതലുള്ള ഏത് വകയില് അതുകൊണ്ട് എന്നെക്കാളും പ്രായം കൂടുതൽ. ബിഗ് ബോസ് തുടങ്ങിയത് ഞാൻ ഇവന്റെ ആധാർ കാണണം എന്ന് പറയുന്നത് ഇതുവരെ കാണിച്ചത്. ഷാനവാസേ, ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ആധാറും പാൻ കാർഡും ഒക്കെ കൊടുത്തിട്ടാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത് കേട്ടോ. അതൊക്കെ എഡിറ്റ് ചെയ്തതാണ്. അപ്പൊ എന്നേക്കാൾ ഒരുപാട് വയസ്സിന് മൂത്തതല്ലെങ്കിലും ഷാനവാസ് എന്നേക്കാൾ മൂത്തതാണ്. ഞാൻ പലപ്പോഴും പറയാറില്ല, നീ കൂടി എന്നെ ഇക്കാന്ന് വിളിക്കുമ്പോ ഞാൻ ഏതോ വയസ്സനായി പോകും. ഇതിപ്പോ എന്റെ സംഭവം എന്നറിയോ, ഷാനവാസ് ചെറുപ്പാവുന്നു, ഞാൻ ഷാനവാസിന് വിളിക്കുമ്പോ എന്റെ പ്രായങ്ങൾ കൂടി വരികയാണ്. അതല്ല എനിക്ക് സങ്കടം. കുറച്ച് പേര് എന്നോട് ചോദിക്കാണ്, ഷാനവാസ് എന്റെ അനിയനാണോ എന്ന്. തകർന്നു പോയി ഞാൻ. സത്യം. ശരി, അപ്പം എനിക്ക് ഷാനവാസിന്റെ പ്രായത്തിലൊരു ചേട്ടനൊക്കെ ഉണ്ട്, ഫാദറിന്റെ ചേട്ടന്റെ മോനൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു റിലേഷൻ മോനാണല്ലേ. ഓ, ഷാനവാസ് എന്താ പറയാ, ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള എന്റെ മോനല്ല, സോറി, അത് ഞാനല്ല, അത് എന്റെ ഫോട്ടോഗ്രാഫിയാണ്.
ഞാൻ എന്താ ചോദിച്ച ഷാനവാസെ, ഞാൻ മോനാണെന്നല്ലേ ചോദിച്ചോളൂ. ഉരുളല്ല, അബദ്ധം പറ്റി. അത് അലിഷയുടെ മോനാ. ഓക്കെ, അതേപോലെ തന്നെ എന്റെ മോനും. ശരി. ഓക്കെ, ഇപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഷാനവാസ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനീഷിന്റെ വീട്ടിലേക്ക് വരും എന്നൊക്കെ. എന്തുകൊണ്ട് വന്നില്ല അത് പറ. വീട്ടിൽ ചെന്നിട്ട് കാര്യമില്ല, അനീഷിനെ കാണാൻ കിട്ടുന്നില്ല. അനീഷ് ഫുള്ള് ഉദ്ഘാടനം, ഫംഗ്ഷൻ, കാര്യങ്ങള്. ഒന്ന് നിലത്ത് നിൽക്കട്ടെ എന്നിട്ട് വരാന്ന് വിചാരിച്ചു. ശരി. അപ്പൊ അവസാനമായിട്ട് ഞാൻ അധികം സമയമൊന്നും അപഹരിക്കുന്നില്ല. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മള് ബിഗ് ബോസിലേക്ക് കയറുമ്പോ തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ ഒരുപാട് ആളുകളുടെ ഫാൻ ആയിരിക്കും നിങ്ങൾക്ക് കുറെ ആളുകളെ റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഞാനും മുൻ സീസണുകളൊക്കെ കാണുമ്പോ ഒരുപാട് റിലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഓരോരുത്തരെ ഇഷ്ടാവും. ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഇഷ്ടം നമ്മൾ ആ സീസൺ മുഴുവനും കൊണ്ടുപോകും. അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു സീരിയലിലൊക്കെ ഞാൻ എന്താ പറയുന്നത് വെച്ചിട്ട് അപ്പൊ ഈ ഒരു എന്താ പറയാ, നിങ്ങള് ചൂസ് ചെയ്ത ആള്, അതായത് എല്ലാവർക്കും ഫാൻസ് ഉണ്ടായിരിക്കും, നിങ്ങൾ ചൂസ് ചെയ്ത ആള് വളരെ കറക്റ്റ് ആയിട്ടുള്ള ആളാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഒരു കാലത്തും അതിലൊരു സങ്കടപ്പെടേണ്ടി വരില്ല എന്ന് ഞാൻ ഉറപ്പ് തരാണ്. കാരണം ഷാനവാസ് വളരെ ജെനുവിനായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ജീവിതയാത്രയിലൊക്കെ ഒരു എന്താ പറയാ, സ്ക്രീനിലും ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഒക്കെ വളരെ ജെനുവിനായിട്ടുള്ള ഒരാളെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഷാനവാസ് ആണ്. സോ ഓൾ ദ ബെസ്റ്റ് ഷാനവാസ്. ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാവട്ടെ. ഞാൻ ഒരിക്കൽ ബിഗ് ബോസിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷാനവാസ് ഇന്ന് കൊച്ചിയിലാണെങ്കിൽ നാളെ ചെന്നൈയിലാണെങ്കിൽ പിന്നെ ബോംബെ, പിന്നെ ബാംഗ്ലൂര്, പിന്നെ വീണ്ടും കൊച്ചി, അങ്ങനെ പറന്ന് നടന്ന് പാൻ ഇന്ത്യൻ സ്റ്റാർ ആവട്ടെ എന്ന് ആശംസിച്ചിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കട്ടെ. ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ് ഷാനവാസ്. സോ ബിഗ് സ്ക്രീനിൽ ഒരു വലിയൊരു താരമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അനീഷന, താങ്ക് യു സോ മച്ച്. നമുക്ക് ഇവിടെ വന്നപ്പോ തന്നെ ആ എനർജി ഫീൽ ചെയ്യൂ അല്ലേ? ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ആ ടെമ്പോ നമുക്ക് ഓൺ സ്പോട്ട് തന്നെ ക്ലിക്കായി. ഇങ്ങോട്ട് കൊടുക്കുന്നു, തിരിച്ചിങ്ങോട്ട് അതേ ഫോഴ്സിൽ തിരിച്ചു പോരുന്നു. യെസ്, ഇറ്റ്സ് സോ ഗ്രേറ്റ്ഫുൾ. നിങ്ങൾ രണ്ടുപേരെയും ഒരേ ഫ്രെയിമിൽ ഇതാ ഈ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ആൻഡ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വി ഓൾ ആർ ഹാപ്പി. നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടല്ലോ. വി ഹാവ് വേദലക്ഷ്മി, എല്ലാവരും ഉണ്ട് ഇവിടെ. ഒരു ബി മയം എന്ന് പറയാം അല്ലേ? താങ്ക് യു സോ മച്ച് ഫോർ യുവർ പ്രസൻസ്. ആൻഡ് മറ്റെന്തെങ്കിലും ഒരു സീക്രട്സ് ബിബിന്റെ ഉള്ളിൽ ഞങ്ങൾ കാണാത്തതായിട്ടുള്ള എന്തെങ്കിലും, ഷാനവാസ്ക്കായിട്ടുള്ള എന്തെങ്കിലും ചെറിയ മൊമെന്റ് ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റുമോ? അതെ, ആക്ച്വലി അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ട്രിമ്മറിന്റെ കേസാണ്. നിങ്ങൾ കണ്ടിരിക്കും ചിലപ്പോ. ഞാനിങ്ങനെ ആകെ കൂടെ ഞങ്ങൾക്ക് ഒരാളുടെ ട്രിമ്മർ മാത്രം ഉള്ളിലേക്ക് കടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോ ഞാനാണെങ്കിൽ എന്റെ ട്രിമ്മർ അല്ല, അത് ഒനീലിന്റെ ട്രിമ്മർ ആയിരുന്നു ഉള്ളിലേക്ക് കടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ പോകെ എനിക്ക് തോന്നുന്നു ഞാനും ഷാനവാസാണ് ഏറ്റവും ആദ്യം അടി ഉണ്ടാക്കിയത് ബിഗ് ബോസിൽ വന്നിട്ട്. വന്ന ആദ്യത്തെ മണിക്കൂർ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതാണ്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പോകെ ആദ്യത്തെ ആഴ്ച നമുക്ക് അങ്ങനെ ട്രിമ്മറിന്റെ ആവശ്യം വന്നില്ല. രണ്ടാമത്തെ ആഴ്ചയും മൂന്നാമത്തെ ആഴ്ചയും അപ്പൊ പിന്നെ പതുക്കെ ഒരു ഉള്ളിലൊരു സൗഹൃദം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷാനവാസിനോട് ചോദിച്ചു, ഷാനവാസ് ട്രിം ചെയ്തരോ എന്ന് ചോദിച്ചു. ഞാൻ വെറുതെ ചോദിച്ചതാണ്. അപ്പൊ ഷാനവാസ് പറഞ്ഞു ഓക്കെ ട്രിം ചെയ്ത് തരാം. അത് ആക്ച്വലി നിങ്ങൾ കണ്ടിട്ടോ എന്നറിയില്ല, കണ്ടോ? ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര എന്താ പറയാ, നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരാൾ ട്രിം ചെയ്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ റയർ ആയിട്ടൊക്കെ കൊടുക്കുള്ളൂ. എങ്കിലും ഇത്ര ഒരു എന്താ പറയാ 20 വർഷക്കാലത്തോളം സീരിയൽ ഇൻഡസ്ട്രിയിൽ മുടി ചൂടാൻ മന്നനായിട്ട് നിൽക്കുന്ന നമ്മുടെ ഷാനവാസ് എനിക്ക് വേണ്ടി എന്താ പറയാ ട്രിം ചെയ്ത് തരാന്നൊക്കെ പറഞ്ഞപ്പോ ആ മനുഷ്യന്റെ ഒരു ജെനുവിനിറ്റി, അല്ലെങ്കിൽ ആ മനുഷ്യൻ എത്രത്തോളം ഡൗൺ ടു എർത്ത് ആണെന്നുള്ള കാര്യം എനിക്ക് അന്നേ പിടികിട്ടിയിരുന്നു. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു, ഇങ്ങനെയുള്ള ഒരു നല്ല മനുഷ്യനെ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുകളയരുത് എന്ന് ആ സ്പോട്ടിൽ ഞാൻ തീരുമാനിച്ചിരുന്നു.
പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം, ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ആളാണ്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ജെന്യൂൻ ആയിട്ടുള്ള 6 ഫ്രണ്ട്സേ ഉള്ളൂ. അതിൽ 7ാമത്തെ ഫ്രണ്ടാണ് ഷാനവാസ്. സീസൺ 7 എന്ന് പറഞ്ഞാല് അപ്പം ഈ 6 ഫ്രണ്ട്സും ഷാനവാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും ഫേവറേറ്റ് ആണ്. എന്റെ എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളിലും ഇവരും കൂടെ ഈ 7 ഫ്രണ്ട്സും ഉണ്ടാവും എന്നുള്ള എനിക്ക് ഉറപ്പുണ്ട്. എന്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ ഒരാളെ ഫ്രണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ലൈഫ് ലോങ് ആണ്. സോ ഷാനവാസ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് അനീഷേട്ടാ. നമുക്ക് ജസ്റ്റ് ഒന്ന് BB മെമ്മറീസിലേക്ക് ഒന്ന് പോയാലോ? റെഡിയാണോ? കണ്ടിരുന്നോ? ഫുൾ എപ്പിസോഡ് ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നോ? ഫുൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നോ അനീഷേട്ടൻ? ഫുൾ എപ്പിസോഡ് കണ്ടിട്ടില്ല, എങ്കിലും കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ. അതായത് യൂത്ത് ഒട്ടാതെ ഏറ്റെടുത്തൊരു ഡയലോഗ് ആയിരുന്നു. ടു ബി ഹോണസ്റ്റ്, നമ്മൾ ജനുവലി നമ്മൾ ടോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അനീഷേട്ടനാണോ എന്ന് നമ്മൾ ചോദിക്കും. കാരണം അങ്ങനെയും നമ്മുടെ മനസ്സിലേക്ക് അനീഷേട്ടൻ ഇടിച്ചു കയറി ആസ് എ കോമഡർ എന്ന രീതിയിൽ. ഇറ്റ്സ് നോട്ട് എ സില്ലി തിങ്. Yes, he is waiting for the video clip. So എല്ലാവരുടെ അറ്റൻഷനും ഞാൻ സ്ക്രീനിലേക്ക് സീക്ക് ചെയ്യാണ്. നമുക്ക് നല്ലൊരു മെമ്മറി കണ്ടാലോ? റെഡി? യെസ് പ്ലീസ്. നമ്മളിപ്പോ സ്ക്രീനിൽ കണ്ട പോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉമ്മ കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടായിരുന്നോ? ഇവിടുന്ന് ഒരു ഉമ്മ കൊടുക്കാവോ? ഞങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് കാണണ്ടേ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ നമ്മൾ ഇപ്പൊ ഉമ്മ വെപ്പിക്കാം. വേണോ? വേണം. യെസ്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയൊരു ഉമ്മ. യെസ്, കമോൺ. എന്തിനാ അനീഷേട്ടൻ നാണിക്കുന്നത്? കമോൺ. ഒന്നാമത് ഞാനൊരു ആക്ടർ അല്ല. ഉള്ളെന്ന് കൊടുക്കണം. ഫ്രം ദ ബോട്ടം ഓഫ് യുവർ ഹാർട്ട്. ഉള്ളൊരു സ്നേഹം വിറക്കില്ലേ അനീഷേട്ട? കമോൺ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആക്ച്വലി ഒരു ആക്ടർ അല്ല. ഇത്രയും ആളുകളുടെ ഒക്കെ മുന്നിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കോൺഷ്യസ് ആണ്. ഓക്കെ ഫൈൻ. എന്നാ ഒരു ഉമ്മ ഷാനവാസ് അങ്ങോട്ടേക്ക് പറ്റോ? ചോദിച്ച സ്ഥിതിക്ക് ഒരു ഉമ്മ ഇവിടേക്ക് കൊടുക്കും. ഞാൻ ആക്ടർ ആണെന്ന് വിചാരിച്ചിട്ട് ആക്ട് ചെയ്യുന്നതല്ല. അല്ല, ഡെഫിനറ്റ്ലി ഫ്രം ഹാർട്ടിൽ നിന്ന്. യെസ്, കം ഓൺ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു കൈ കൊടുത്തേ. താങ്ക് യു സോ മച്ച്. അറ്റ് ദിസ് മൊമെന്റിൽ നമ്മൾ ഒരാളെയും കൂടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഷാനവാസ്കന്റെ കൂടെ ഒപ്പം നിന്ന് ചലച്ചിത്രമായിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, അതിമികച്ച കഴിവെന്ന് നമുക്ക് വേറൊരു വാക്കില്ല പറയാനായിട്ട്. ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് ബഹുമാനത്തോടെ പൊന്നമ്മ ചേച്ചിയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. Yes, exactly. So ladies and gentlemen, so here the legend is. Yes, the legend. Ponnammai Chechi is here now. Yes, അപ്പോൾ നമുക്ക് വേദലക്ഷ്മിയെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അലുഷ പ്ലീസ്.
മകാൻ. ഒരു വലിയ നിര തന്നെ ഉണ്ട് അല്ലേ. ഒപ്പം നമുക്ക് എത്രത്തോളം പറയണമെന്ന് അറിയില്ല. ചലച്ചിത്ര രംഗത്ത് മാമിന്റെ പ്രസൻസ്, പൊന്നമ്മ ചേച്ചി അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളായിക്കോട്ടെ അത്ര ഒഴുക്കോടെയാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. നമുക്ക് ഒരു കാര്യം ഇത് ഇങ്ങനെ അല്ലാതും കൂടെ നമുക്ക് ഒരു വാക്ക് പോലും എടുത്ത് പറയാൻ പറ്റാത്ത രീതിയിലാണ്. അത്ര മികച്ച നടി എന്ന് നമുക്ക് പറയാം. The legend, the complete legend in the Malayalam movie industry. So, ഒരുപാട് ബഹുമാനത്തോടെ ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. പറയുന്ന സമയത്ത് എനിക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ബഹുമാനത്തോടെ പേടിച്ചുകൊണ്ടാണ് ഞാൻ മൈക്ക് ഷെയർ ചെയ്യുന്നത്. ബിക്കോസ് ഐ ലവ് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എന്തിനാ പേടിക്കുന്നേ? ഞാൻ പാവല്ലേ? ഹിറ്റ്ലറിന്റെ അമ്മയെന്നല്ല. ഒരു കഥാപാത്രം മനസ്സിൽ നിൽക്കുന്നോണ്ടൊക്കെ ആയിരിക്കില്ല അങ്ങനെ തോന്നുന്നേ. ചാനു എന്തുവാ ഇത്? കലക്കി പറഞ്ഞില്ലേ ബിഗ് ബോസ് എന്റെ 14 കിലോ കൊണ്ടുപോയി. ആ നന്നല്ല, ഇത് നല്ല എല്ലാരും പറഞ്ഞു. ആരി എന്തായാലും ഒത്തിരി സന്തോഷം. കാരണം പ്രത്യേകിച്ച് ഞാൻ നല്ല തിരക്കി നിൽക്കുന്ന സമയമാണ്. പിന്നെ ഷാനുവിന്റെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഒരു 3 വർഷക്കാലം 2 വർഷക്കാലം മിസ്സസ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞ പ്രേക്ഷകർ നെഞ്ചിലോട്ട് ഏറ്റിയ ഒരു സീരിയലാണ്. അതിലൊരു ഭാഗമായിരുന്നു. അപ്പൊ ഞങ്ങൾ അന്ന് തുടങ്ങിയ ഒരു റിലേഷനാണ്. അതെന്നും ഇടയ്ക്ക് എന്നെ വിളിക്കും, ഞാൻ അങ്ങോട്ട് വിളിക്കും. എന്തായാലും ഒത്തിരി സന്തോഷം. ഷാനു ബിഗ് ബോസിൽ പോയി, എന്തായാലും അവിടെയും പോയി നല്ലതായിട്ട് തകർത്തു. എല്ലാവരും അപ്പോഴും ഞാൻ എല്ലാവരുടെ അടുത്തും പറയുമായിരുന്നു, ഈ ഷാനുവിനെ സംബന്ധിച്ച് ഷാനുവിന് വേണ്ടിയല്ല ഒരിക്കലും ഷാനു സംസാരിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുക. പ്രത്യേകിച്ച് പോകുന്നതിനും പ്രത്യേകം ഞാൻ പറഞ്ഞു വിട്ടു, ശ്രദ്ധിച്ചോണം, മറ്റുള്ള കാര്യം കൊണ്ട് എഴുതിയാണ്, സ്വന്തം കാര്യം നോക്കൂല. എന്തായാലും ഷാനു എന്തായിരുന്നോ അത് തന്നെ ബിഗ് ബോസിൽ നിന്ന് ഷാനു വിജയിച്ചു. എന്തായാലും ഫസ്റ്റ് കിട്ടിയവർക്കും സെക്കൻഡ് കിട്ടിയവർക്കും അല്ലാതെ എല്ലാവർക്കും കിട്ടിയവർക്കും എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങള്. ഒത്തിരി സന്തോഷം. ഷാനു, എനിക്ക് ഷാനു ഇനി ഒരു സിനിമ അഭിനയിച്ച് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. എന്നെക്കാളേറെ അത് കാണാൻ ആഗ്രഹിക്കുന്നത് ചേച്ചിയാണ്. ചേച്ചി എനിക്ക് വേണ്ടി ഒരുപാട് സ്ഥലത്ത് എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് ചേച്ചി. അതെ, നമ്മുടെ തന്നെ പ്രൊജക്റ്റ് ഉണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്. അതിപ്പം എപ്പോഴെപ്പോഴും നമ്മള് പറയുന്നത് ശരിയല്ലല്ലോ, ആയതിനു ശേഷം പറയുന്നതല്ലേ അതിനൊരു നല്ലത്. അതുകൊണ്ടാണ് അതൊന്നിപ്പോ പറയാതിരിക്കുന്നത്. എന്താണ് കൊച്ചു ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷം ഷാനു. ചേച്ചി എന്തായാലും ഇവിടെ വരാൻ കാണിച്ച മനസ്സിന് നന്ദി. പ്രത്യേകിച്ച് ഷാനു സോണയ്ക്കാണ് നന്ദി പറയേണ്ടത്. അവളാണോ വിളിച്ചറിയിച്ചത്? സോണയാണ്. ഒത്തിരി 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 സന്തോഷം കേട്ടോ. എല്ലാവർക്കും എന്റെ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ആൻഡ് 25 ആർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം 26 എല്ലാം നല്ലത് സംഭവിക്കട്ടെ കേട്ടോ. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഞാൻ വരുമെന്ന് അറിയായിരുന്നോ? എനിക്കറിയില്ല. പല സർപ്രൈസും തന്നോണ്ടിരിക്കല്ലേ, ഇനിയുണ്ടാ? യെസ്, ഞങ്ങൾ പറഞ്ഞു ഒരുപാട് സർപ്രൈസസ് ഉണ്ടെന്ന്. സോ നമുക്കൊരു കാര്യം ചെയ്യാം. ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത്, ന്യൂ ഇയർ ആണ് വരാൻ പോകുന്നത്. നമുക്ക് ഒരുമിച്ചൊരു കേക്ക് കട്ടിംഗ് സെലിബ്രേഷനിലേക്ക് മൂവ് ചെയ്താലോ? റെഡി അല്ലേ? റെഡി? യെസ്, വിത്ത് ഓൾ യുവർ പെർമിഷൻ നമുക്ക് നമ്മുടെ കേക്ക് കട്ടിംഗ് സെലിബ്രേഷനിലേക്ക് മൂവ് ചെയ്യാം. കോർഡിനേറ്റേഴ്സ്, ദി ബ്യൂട്ടിഫുൾ കേക്ക് ഓൺ ദി സ്റ്റേജ് പ്ലീസ്. ചക്കരക്കുട്ടി സ്റ്റേജിലേക്ക് വരുന്നോ? അവിടുന്ന് ഐസായിട്ട് മാറി അവിടെ ഇരിക്കണമെങ്കിലൊക്കെ. നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കേക്ക് കട്ടിംഗ് സെറിമണിയിലേക്ക് പോവാം. സോ എല്ലാവരും നല്ലൊരു കൈഡി കൊടുത്തേ. യെസ്, ഒരുപാട് ലെജൻഡ്സ് ആൻഡ് സെലിബ്രിറ്റീസ് എല്ലാവരും നമ്മുടെ മുമ്പിലുണ്ട്. സോ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ന്യൂ ഇയർ കേക്ക് കട്ട് ചെയ്യാം പ്ലീസ്. നല്ല കൈഡി കൊടുക്കാം. കം ഓൺ. നല്ലൊരു തുടക്കമാവട്ടെ 2026. പഠിപ്പിച്ചു പറഞ്ഞ പോലെ തന്നെ 2025 ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കാതെ പോയി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ 2026 അത് സഫലമാവട്ടെ. ഒപ്പം തന്നെ 2026 നമ്മുടെ ഷാനുഖ ബിഗ് സ്ക്രീനിൽ അല്ലെ, തിയേറ്റേഴ്സിൽ നമുക്ക് കാണാൻ പറ്റട്ടെ അല്ലെ. എല്ലാവർക്കും ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും എല്ലാ രീതിയിലും വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്.
That's so sweet. നിങ്ങളാണ് കഴിച്ചില്ല എനിക്കൊന്നും Tissue, please. Anyone? താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അത് ഒക്കെ മാറ്റി വെച്ച് തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഷാനിക്കയെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എല്ലാവരോടും എത്തിച്ചേർന്ന് നിൽക്കുന്നതെന്ന് അറിയാം. എല്ലാവർക്കും തിരക്കുകളാണ്. എന്നിട്ടും ഈ മൊമെന്റ് ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. സോ ഓഡിയൻസ് സൈഡിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കംപ്ലീറ്റ് ഹോൾ സെലിബ്രിറ്റീസ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നേരത്തെ ഒരാള് ഷാനക്കയോട് ലാലേട്ടൻ കൊടുത്ത ഉമ്മേന്റെ പകുതി തരുമോ ഇൻഡയറക്ട്ലി അങ്ങ് ചോദിച്ചു കളഞ്ഞു. ഓ ദാറ്റ്സ് സോ സ്വീറ്റ്. കം ഓൺ, ഓടി വായോ. കം ഓൺ, കം ഓൺ. ആ ഉമ്മ അങ്ങനെ കവർന്നെടുത്തു. ഗോൾഡൻ ചാൻസ് യൂസ് ചെയ്ത് പുള്ളിക്കാരനങ്ങോട്ട്. യെസ്. ലാലേട്ടൻ തന്ന എന്റെ ഉമ്മയുടെ ഒരു അംശം മുഴുവനായിട്ട് ഞാൻ കൊടുക്കൂല. 0.1%. Oh, that was sweet. Yes. നമുക്ക് സാധാരണക്കാർക്ക് ലാലേട്ടൻ എന്ന് പറയുന്നത് അപ്രാപ്യമാണ്. ഷാനുവിന്റെ ഉമ്മ സെയിം വാല്യൂ ആണ് എനിക്ക്, അതുകൊണ്ട് ചോദിച്ചാണ്. താങ്ക്സ്. താങ്ക് യു. Thank you so much. Please take your seats and so നമുക്ക് നല്ലൊരു കരോൾ സോങ് ആയാലോ ഈ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ മൊമെന്റില്? റെഡി? ഓൾ യു ആർ റെഡി? സോ യെസ് പ്ലീസ്. സോ വിത്ത് ഓൾ റെസ്പെക്ട് എല്ലാവരും സീറ്റ്സിലേക്ക് കയറിയിരിക്കാം. നമുക്കൊരു കരോൾ സോങ് ഒക്കെ ആയിട്ട് സെലിബ്രേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. താങ്ക് യു സോ മച്ച്. അനിഷ പ്ലീസ്. യെസ് പല്ലവി ചേച്ചി, താങ്ക് യു സോ മച്ച്. ഈ മൊമെന്റ് ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. ആൻഡ് ഓൾ ബ്ലെസ്സിംഗ്. താങ്ക് യു. സീറ്റ്സിലേക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് സീറ്റ്സിലേക്ക് കയറി ഇരിക്കാനായിട്ട്. ആൻഡ് നൗ നമുക്ക് നമ്മുടെ ലിജി ചേച്ചി ഒരു കരോൾ സോങ് ആവാം. ക്രിസ്മസ് അല്ലേ? സോ ക്രിസ്മസ് മൂഡ് വേണ്ടേ? എല്ലാവരും ആക്റ്റീവ് ആയിക്കേ. നല്ലൊരു കൈ തന്നെ. എനർജി ലെറ്റ് മോർ. യെസ്, എല്ലാവരെയും കണ്ട ഹാങ് ഓവറിലാണോ? നല്ലൊരു കൈ